അദാനി ഗ്രൂപ്പിന്റെ തലപ്പത്തേക്ക് ഇനി ആര് എന്ന് ഉറ്റുനോക്കുകയാണ് ബിസിനസ് ലോകം. ഗൗതം അദാനി പുറത്തായാൽ കരൺ അദാനി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ആകുമോ? ഗൗതം അദാനി തന്റെ കൂട്ടായ്മയ്ക്കായി ഒരു പിന്തുടർച്ച പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് 62-കാരനായ അദ്ദേഹം തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ നിയന്ത്രണം 2030-കളുടെ തുടക്കത്തിൽ തന്റെ മക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും കൈമാറും. ബിസിനസിന്റെ സുസ്ഥിരതയ്ക്കായി നന്നായി ആസൂത്രണം ചെയ്ത ഒരു മാറ്റം താൻ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യുമെന്ന് ബ്ലൂംബെർഗ് ന്യൂസിനോട് സംസാരിക്കവേ ഗൗതം അദാനി പറഞ്ഞു. ബിസിനസ് സുസ്ഥിരതയ്ക്ക് പിന്തുടർച്ച അവകാശം വളരെ പ്രധാനമാണ്. അത് ജൈവികവും ക്രമാനുഗതവും വ്യവസ്ഥാപിതവുമായ മാറ്റത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗൗതം അദാനിയുടെ മക്കളായ കരൺ അദാനിയും ജീത് അദാനിയും കസിൻസായ പ്രണവ് അദാനി, സാഗർ അദാനി എന്നിവർക്കൊപ്പം താൻ സ്ഥാനമൊഴിഞ്ഞതിനു ശേഷവും ഒരു ഐക്യ കുടുംബമായി നിലനിന്നുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗൗതം അദാനി പുറത്തു പോകുമ്പോൾ അദാനി ഗ്രൂപ്പ് ചെയർമാൻ സ്ഥാനം ആർക്കാണ് ഏറ്റെടുക്കാൻ കഴിയുക? പ്രണവ് അദാനിയും കരൺ അദാനിയും ആത്യന്തികമായി ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തേക്കാവുന്ന ഏറ്റവും വ്യക്തമായ സ്ഥാനാർത്ഥികളാണ്. എന്നിരുന്നാലും ഇരുവരും ചുമതലയേൽക്കാൻ പദ്ധതിയില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഗൗതം അദാനിയുടെ മൂത്ത മകനാണ് കരൺ അദാനി. നിലവിൽ സിമന്റ്, തുറമുഖങ്ങൾ, ലോജിസ്റ്റിക്സ് എന്നിവയുൾപ്പെടെയുള്ള ബിസിനസ്സുകളുടെ മേൽനോട്ടം വഹിക്കുന്നു. അദാനി ഗ്രൂപ്പിന്റെ ഏറ്റവും സ്ഥിരമായ പണമൊഴുക്കുള്ള ചില യൂണിറ്റുകളാണ്. അദാനി ഗ്രൂപ്പിന്റെ തുറമുഖ ബിസിനസ് അതിന്റെ ശൃംഖല വിപുലീകരിക്കാൻ നോക്കുകയാണെന്നും വിയറ്റ്നാം, ഇസ്രായേൽ തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന മുൻഗണനകളുടെ വിപുലീകരണമായാണ് ഇത് കണക്കാക്കപ്പെടുന്നതെന്നും കരൺ അദാനി അഭിമുഖത്തിൽ പറഞ്ഞു. ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നതാണ്. 2030-ഓടെ കുറഞ്ഞത് 1 ബില്യൺ ടൺ വോളിയമെങ്കിലും കൈകാര്യം ചെയ്യണമെന്നും അദാനി ഗ്രൂപ്പ് പദ്ധതിയിടുന്നുണ്ട്. മൊത്തത്തിലുള്ള വിതരണ ശൃംഖലയുടെ കേന്ദ്ര ബിന്ദുവായ ദുബായിക്കോ സിംഗപ്പൂരിനോ ഇന്ത്യ ഒരു ബദലായിരിക്കാം എന്നും കരൺ അദാനി കൂട്ടിച്ചേർത്തു. 1999-ൽ ഗ്രൂപ്പിൽ ചേർന്ന പ്രണവ് അദാനി ഇപ്പോൾ കൺസ്യൂമർ ഗുഡ്സ്, ഗ്യാസ് വിതരണം, മീഡിയ, റിയൽ എസ്റ്റേറ്റ് എന്നിവയുൾപ്പെടെ അതിന്റെ മിക്ക ഉപഭോക്തൃ ബിസിനസ്സുകളുടെയും മേൽനോട്ടമാണ് വഹിക്കുന്നത്.